നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് സനയിൽ നടന്ന ഉന്നതതല യോഗത്തിലെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിവരം യമനി പ്രതിനിധികൾ അറിയിച്ചു. ഷെയ്ഖ് ഹബീബ് ഉമർ ഹബീബിന്റെ ഇടപെടലിലാണ് കുടുംബവുമായി സംസാരിക്കാൻ അവസരമൊരുങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും ഓഫീസിനെ അറിയിച്ചിരുന്നുവെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഓൺലൈൻ പോർട്ടലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സമീർ സി മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? സമീർ. ഉന്മേഷ്, നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തതയ്ക്ക് വേണ്ടിക്കൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു ഓൺലൈൻ പോർട്ടലിന് അഭിമുഖം അനുവദിച്ചത്. ആ അഭിമുഖത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിലാണ് ചർച്ചകൾ പുരോഗമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം വധശിക്ഷ നീട്ടിവെച്ചു, അതിപ്പോൾ വധശിക്ഷ റദ്ദാക്കുന്ന നടപടിയിലേക്ക് എത്തി എന്നുള്ള ആശ്വാസകരമായ കാര്യം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് യമനിലുള്ള സൂഫി വര്യനുമായി അദ്ദേഹത്തിനുള്ള അടുപ്പമാണ്. ആ അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബവുമായും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുമായും കൂടിയിരുത്തിക്കൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു വിശദമായിട്ടുള്ള ചർച്ച നടത്തി. ആ ചർച്ചക്കൊടുവിലാണ് ഈ കുടുംബം ആദ്യഘട്ടത്തിലൊക്കെ എതിർത്തിരുന്ന കുടുംബം പിന്നീട് വധശിക്ഷ റദ്ദാക്കാൻ അനുമതി നൽകി. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മാധ്യമങ്ങളെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ വധശിക്ഷ റദ്ദായി എന്നുള്ളത് ആധികാരികമായി തന്നെ പറയാൻ കഴിയും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും എടുത്തിട്ടുള്ള നടപടികൾ അത് കേന്ദ്ര സർക്കാരിനെ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തെയൊക്കെ കൃത്യമായി അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടലുകളും ഔദ്യോഗികമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയായിക്കൊണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇനി ഇതിൽ ഏറ്റവും ഒടുവിലത് ദയാധനം സ്വീകരിച്ചോ അതല്ലെങ്കിൽ അവരുടെ ശിക്ഷയിൽ മറ്റ് ഇളവുകൾ അനുവദിച്ചോ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. വൈകാതെ തന്നെ ശുഭകരമായ കൂടുതൽ വാർത്തകൾ അവിടുന്ന് ലഭിക്കും എന്നാണ് യമനി പ്രതിനിധികളിൽ നിന്ന് തനിക്ക് ലഭ്യമായ വിവരം എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.